എന്നേശുയൻ സംഗീതം എൻ ബലമാകുന്നു. താൻ ജീവൻ്റെ കിരീടം എനിക്കു തരുന്നു. തന്മുഖത്തിൻ പ്രകാശം ഹായത്ര മധുരം. നല്ലൊരവകാശം എൻ്റേതു നിശ്ചയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവൻ സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് കടന്നു വരുവാൻ സഹായിച്ചല്ലോ. ബലപ്പെടുത്തിയതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരോ പ്രിയ മക്കളുമുണ്ടപ്പാ. അടിയങ്ങളെ സമ്പൂർണ്ണമായും ചേർത്ത് വയ്ക്കുകയാ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഒരുപോലെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, സൂക്ഷിക്കണം. പഠിക്കുവാൻ ബുദ്ധി ജ്ഞാനവും കൊടുക്കണം. അപ്പച്ചൻ്റെ പൈതകളാക്കി തീർത്തുകൊള്ളുമാറാകണം. ശത്രുവായും ദുഷ്ടപിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണല്ലേ, അരുതാത്തതിലൊന്നും വകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് ഹല്ലേലൂയ ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ, നല്ല ഭാവിയിൽ എത്തിച്ചേരാൻ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി പിതാവേ, നന്ദി. ഹല്ലേലൂയ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കണമേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ എല്ലാ വഴികളെയും ക്രമീകരിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കർത്താപ്പച്ചനെ സൂക്ഷിക്കണം, പരിപാലിക്കണം. ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളണേ അപ്പാ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണയൊരുക്കണമേ. 2024 തീരുന്നതിന് മുൻപ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവീയ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ടപ്പാ. അതിൻ്റെ സമാധാനം ഓരോ മക്കൾക്കും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന മക്കളെ താങ്ങിക്കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. പൊന്നുകരം നീട്ടണം, പൊന്നുകരം നീട്ടണം. അത്ഭുത വിടുതൽ ഐക്യമാറാകണം. എല്ലാ സമാധാനത്തിലും സന്തോഷത്തിലും ഓരോരുത്തരെയും വഴി നടത്തിക്കാട്ടെ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം കൂടെ പോകണം. സുഖകരമായി നിത്യസ്ഥാനത്ത് അവർക്ക് എത്തുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം, സ്തോത്രം അപ്പാ. അപ്പോൾ കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ് എൻ്റെ അപ്പച്ചന് അവരുടെ ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, ഈ വാടക ഭവനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയും അവർക്ക് സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം ഒരുക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് കർത്താവെ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് മേലോട്ട് സൗഖ്യം അയക്കണമേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവുകൂടാതെ സമൃദ്ധിയായി നടത്തണമേ.
പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടെന്നൊക്കെ ദിനംതോറും കൊടുത്തവരെ പോഷിപ്പിക്കണേ, തൃപ്തരാക്കണമേ കർത്താവേ. എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക കർത്താവ്. ഓരോ മക്കളുടെ കൂടെ ഇരിക്കണേ അപ്പാ. ദൈവമായ കർത്താവെ, ഈ സമയം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച മക്കളുണ്ടപ്പാ. ആമേൻ. ഈ പുതുവർഷക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടെ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെ, പുതുവയസ്സിൽ പ്രവേശിച്ച തൻ്റെ മക്കൾക്ക് പുതിയ നന്മകളും പുതിയ സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും ധാരാളമായി കൊടുത്ത് എൻ്റെ സ്വർഗ്ഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകൾ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ടപ്പാ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്തവരുണ്ടപ്പാ. മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാതെ കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. അലർജി ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ കർത്താവേ, തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സൗഖ്യദായകനെ പൊന്നുജനം വയ്ക്കണമേ. കാൽവർ കുരിശിലെ രക്തത്താൽ മുദ്ര വയ്ക്കണമേ. ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കണമേ. പരിപൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, നീ അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാ, മാനിച്ച ദൈവമാ, വിടുവിച്ച ദൈവമാ. ആമേൻ. ഇന്നും ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ആക്കി വെച്ചുവെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം കൊടുക്കുവാൻ നീ മതിയായ ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. അത്ഭുതത്തിൻ്റെ കരം നീട്ടണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും ഞങ്ങളോട് പോരാടി നിൽക്കുന്ന സകലവിധ ദുഷ്ടപ്പോരുകളെയും സ്വർഗം ശാസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ. ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരും വളരുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശം ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിച്ചാട്ട്. ദൂരത്തും ചാർത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ട്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിച്ചു കൊള്ളണമേ കർത്താവേ. സകലത്തും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മുൻപോട്ടെങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട ഹൃദയവേദനയോടെ കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് സമാധാനത്തോടെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനാഥര വിധവകളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവം സംരക്ഷകനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കർത്താവിൻ്റെ വയൽപ്രദേശത്ത് വേല ചെയ്യുവാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. കർത്താവിൻ്റെ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ജയിൽവാസം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വെടിവിപ്പാൻ സർവ്വശക്തനായ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തെടുക്കാനുള്ള സേവന മനോഭാവം ഓരോ മക്കൾക്കും നൽകണമേ. ഞങ്ങളുടെ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരെയെല്ലാം ഓർക്കുവാൻ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ മറന്നാലും കർത്താവ് മറക്കുകയില്ലല്ലോ. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടല്ലോ കർത്താവ്. എല്ലാവരോടും കരുണ തോന്നണമേ, മനസ്സറിയണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.